തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഏത് രീതിയിലെ സിനിമ ജനം ഏറ്റെടുക്കും എന്താണ് എന്നൊരു ജഡ്ജ്മെൻറ്റും ഇപ്പം ഇല്ല. കാരണം നമുക്ക് കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എല്ലാ പടം ഹിറ്റാവുമല്ലോ, എല്ലാവരും അതുപോലെ ചിന്തിച്ചാൽ മതിയല്ലോ. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു സിനിമ എടുക്കാൻ നേരത്ത് ഇത് ന്യൂ ജനറേഷൻ സിനിമ എന്നുള്ള കാറ്റഗറി അത് പറ്റും, ഇത് ഏത് വേറൊരു ക്ലാസ് സിനിമ എന്നുള്ള വേറെ ലൈനിൽ പോകണോ, ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ തീരുമാനിച്ചത് ഈ സിനിമ ഞാൻ ചെയ്യണ പോലെയാണ് ചെയ്യും. എൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്, ഈ സിനിമ ഇങ്ങനെ മതി. കാരണം ഇതിൻ്റെ അപ്പുറം ചെയ്താലും ആൾക്കാർക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, താഴെ ചെയ്താലും അത് മോശം, ഇതിങ്ങനെ മതി എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനിങ്ങനത്തെ ഒരു കാറ്റഗറൈസ് ചെയ്ത് ഞാൻ അങ്ങനെ തീരുമാനിച്ചാൽ മുമ്പോട്ട് പോയിട്ടില്ല. ഈ സിനിമ ഇങ്ങനെ ചെയ്യാം, ഇത് ഞാനും ഇപ്പോൾ ഞങ്ങളുടെ ടീം ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സിനിമ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ പക്ഷേ റിസ്ക് ഉണ്ടായിരുന്നു, ജനം ഏറ്റെടുക്കും ഇല്ലയോ എന്ന് റിസ്ക് ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് സ്വാഭാവികമായിട്ട് ഏതൊരു ഡയറക്ടർക്കും അതൊരു 10-20 സിനിമ കഴിഞ്ഞ ഡയറക്ടർക്കും ഉണ്ടാകുന്നൊരു ടെൻഷൻ. ആദ്യം ചെയ്തപ്പോൾ എനിക്കും അതേ ടെൻഷൻ അതേ വികാരം ഒരു കുറവില്ലാതെ എനിക്കുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് മാത്രമായിട്ടല്ല ഞാനിങ്ങനെ അതിനെ കണ്ടത്. സ്ക്രിപ്റ്റ് മെയിൻ ഘടകം അത് മാറ്റിവെച്ചു. നെക്സ്റ്റ് ഞങ്ങളിതിൽ ചേരുവകളുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു ലൊക്കേഷൻ, പിന്നെ KSRTC ബസ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് എന്നെ പറ്റി പറയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രേക്ഷകനായിട്ട് ഞാൻ എന്നെ കണ്ടിട്ടുള്ളൂ. എനിക്കിഷ്ടമായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു സിനിമ KSRTC ബസ്സിനെ പശ്ചാത്തലമാക്കിയുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് നാളായി. കയ്യും തലയും പുറത്തെടുക്കുന്നൊരു സിനിമയാണ് പണ്ട് വന്നത്, അതിനുശേഷം വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കളർ ടോൺ ബസ്, പിന്നെ അതൊരു റെഡ് ഗ്രീൻ, അതായത് അങ്ങനത്തെ ഒരു ഗ്രാമം, ഈ ഗ്രാമത്തിലേക്കൊന്നും ഒരേ ഒരു ബസ്, ഇത് 7 ഡാമുകൾ കവർ ചെയ്താണ് പോകുന്നത്. അവിടെ കുറേ ആൾക്കാർ, അതിലേക്ക് വരുന്നൊരു കണ്ടക്ടർ ഡ്രൈവർ, ഇങ്ങനത്തെ ഒരു തീം. ഈ തീമിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഈ തീമിൽ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ്. കാരണം ഇത് ജനങ്ങൾക്കൊരു പുതുമയായിരിക്കും. സ്ക്രിപ്റ്റ് നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ സ്ക്രിപ്റ്റ് സാധാരണ എന്തൊക്കെയാണ് നടക്കുന്നത്, സാധാരണ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇത്രേ ഉള്ളൂ ആ സ്ക്രിപ്റ്റ്. പക്ഷേ ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ്, കൊടുത്തിരിക്കുന്ന പശ്ചാത്തലം, ആ ക്യാരക്ടേഴ്സ്, ഇതിൽ പുതുമ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ജനം മോശം അയ്യേ എന്ന് പറഞ്ഞ് എന്തിനാണ് ഈ സിനിമ ചെയ്തതെന്ന് ചോദിക്കുന്നൊരവസ്ഥയിലോട്ട് വരില്ല എന്ന് ഉറപ്പായിരുന്നു. കാരണം ഇത്രയും ഹിറ്റ് നമ്മൾ പ്രതീക്ഷിച്ചില്ലെങ്കിലും പക്ഷേ ഒരു അയ്യേ എന്ത് പടമാണ് എന്ന് നമ്മുടെ മുഖത്തേക്ക് ചോദിക്കുന്നൊരവസ്ഥ ഇല്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. കമൽ സാറ് സിനിമ കണ്ടിരുന്നു. സാറ് അതായത് അതൊരു വലിയൊരു എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. സാറ് ഫസ്റ്റ് വീക്ക് പടം കണ്ടിട്ടുണ്ടായില്ല. കാരണം വൈഫിനും കാണണം എന്ന് പറയുന്നത്, വൈഫ് എന്തോ തിരക്കായിരുന്നു, കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് കാണണ്ട, കാരണം പിന്നെ കണ്ടാൽ മതി, കാരണം ഈ ഒരു ടെൻഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ചുമ്മാ ഞാൻ എൻ്റെ ഫ്രണ്ട് കൂടി ചുമ്മാ വർത്താനം പറയുമ്പോൾ കമൽ സാറിൻ്റെ ഫോൺ വന്നു. സാർ കൊണ്ട് സുഖീത ഞാൻ പടം കാണാൻ കയറാൻ പോയെന്ന് പറഞ്ഞു. നല്ല സന്തോഷമായിട്ടിരിക്കുന്നത് ഞങ്ങൾ. ഒറ്റടിക്ക് ഷോക്ക് അടിച്ച് വലിയ അപ്പേ ഞാൻ പറഞ്ഞു സാറേ എന്ന് പറഞ്ഞു വിളിച്ചു. സാറ് പറഞ്ഞു ഞാനിപ്പോൾ വിളിച്ച വേറൊന്നുമല്ല, അതിനേക്കാളും സന്തോഷമുള്ള കാര്യം പറഞ്ഞില്ല. കാരണം ഞാനും ഫാമിലിയും വന്നിട്ട് എനിക്ക് തിയേറ്ററിലോട്ട് കയറാൻ പറ്റുള്ളൂ, അത്രയും ജനമാണ്. കാർ പാർക്ക് ചെയ്യാൻ പറ്റാതെ അപ്പുറത്തൊരു വീട്ടിൽ കൊണ്ടുവന്നാണ് കാർ ഇട്ടിരിക്കില്ല. ഇത് ആദ്യം ഒന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ സിനിമ കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ അത്ര സംഭവം എന്ന് വെച്ചത് ഒരു ഇതെന്ന് പറഞ്ഞു. കുഴപ്പമില്ല ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു. മോനെ ഞാൻ അപ്പോൾ തൊട്ട് കൗണ്ട് ഡൗൺ പോലെ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ ടെൻഷൻ അടിച്ച് ഞങ്ങൾ സംസാരമൊക്കെ നിന്നു. ടെൻഷൻ അടിച്ചിരുന്ന സമയത്ത് കറക്റ്റ് ഒരു 11:20 ആയപ്പോൾ ഒരു ഫോൺ 21 ഇൻട്രോ ടൈം. ഞാൻ ടെൻഷനായി പോയി. കറക്റ്റ് ഇൻട്രോ ടൈം കറക്റ്റ് ഫോൺ വന്നു. സാറ് ഫോൺ എടുത്ത് തുടങ്ങി ഭയങ്കര ശരിയാണ്. ശരിക്കും വളരെ സന്തോഷമായി പോയിരുന്നു. കാരണം സാറ് പറയുന്നത് വെച്ചാൽ ഇത്രയും ജനം ഏറ്റെടുത്തൊരു സിനിമ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. കാരണം അത്രയും ക്ലാപ്സ്, അത്രയും ജനം, അതായത് പറയുന്ന നെക്സ്റ്റ് ഡയലോഗ് ബാക്കിൽ നിന്ന് ആൾക്കാർ പറയുന്നത് ഇതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതായത് റിപ്പീറ്റ് ഓടിയല്ല ഇത്. അപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സാറ്, വൈഫ്, 2 മക്കൾ എല്ലാവരും സംസാരിച്ചു. അത് സാറ് ഇനി ഞാൻ പടം കഴിഞ്ഞിട്ട് വിളിക്കാം. കാരണം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് വിളിച്ചാണല്ലോ. കാരണം സന്തോഷം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ എന്നെ വിളിച്ച് അറിയിക്കണം എന്നുള്ള സന്തോഷം അത് ഞാൻ പറഞ്ഞത് ഞാൻ സാറിന് പറയാം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം. എനിക്ക് ഇനി ഒരു അംഗീകാരം വേണ്ട, എനിക്ക് ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാനത് കഴിഞ്ഞിട്ട് സാറ് വിളിച്ചു. സാറ് ഭയങ്കര ഹാപ്പിയായിരുന്നു, വളരെ സന്തോഷമായിട്ട് സാറ് വിളിച്ച് പറഞ്ഞു. കമൽ സാറിൻ്റെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, എല്ലാം കൊണ്ട് നമുക്കൊരു സിനിമ ചെയ്യാനും ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും എല്ലാത്തിനും നമുക്കൊരു ധൈര്യം തരുന്ന ഒരു സ്കൂളാണ്. കാരണം എല്ലാ രീതിയിലും നമുക്ക് ഫ്രീഡം ഉണ്ട്, എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമുക്കൊരു ഡൗട്ട് ചോദിക്കാനും എല്ലാ കാര്യത്തിനും കമൽ സാറ് ഷെയറിങ് അതുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മൾ ആകെ പേടിച്ച് മാറിയിരിക്കുന്നൊരു ഇതല്ല, നമ്മൾ എന്തിനും ഫേസ് ഫുൾ ഫ്രീഡം തരും സാർ. അതായത് ഫുൾ ഫ്രീഡം എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എല്ലാ റിസ്ക്കും നമുക്കാണ്.
ഈ റിസ്ക് തരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കതങ്ങനെ കമൽ സാറിന് പ്രശ്നം വരാതെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അയ്യോ ഇത് ഇപ്പോൾ ഷൂട്ട് ബ്ലോക്ക് ആവുമല്ലോ, അത് നമ്മളങ്ങനെ ക്ലിയർ ചെയ്യണം, ഇങ്ങനെ നമ്മൾ ചെയ്ത് പോയി. കാരണം അത് അങ്ങനെ ചെയ്ത് പോയാണ് നമ്മളൊരു സിനിമ ചെയ്യുക എന്നുള്ള ധൈര്യത്തിലേക്ക് വന്നത്. കാരണം എന്താ പറയുക, അത്രയും ക്ലാരിറ്റിയാണ് കമൽ സാറോട് വർക്ക് ചെയ്യുമ്പോൾ. എന്താണ് കമൽ സാർ ചെയ്യാൻ പോകുന്നത്, എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്, ഇത് നമ്മളായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത്തരം സിനിമ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. അല്ല, സ്ക്രിപ്റ്റ് തന്നെയാണ് മെയിൻ. സ്ക്രിപ്റ്റാണ് ഞാൻ പറഞ്ഞത്. സ്ക്രിപ്റ്റ് മെയിനായിട്ടുണ്ടെങ്കിൽ തന്നെ സ്ക്രിപ്റ്റ് ഒന്നും വളരെ മോശമായിട്ട് വേണമെങ്കിൽ എടുത്ത് കാണിച്ചാൽ, നല്ല സ്ക്രിപ്റ്റ് എനിക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് വേണമെങ്കിൽ എടുത്ത് കാണിച്ചാൽ. കാരണം ആ സ്ക്രിപ്റ്റിനെ എങ്ങനെ നന്നാക്കാൻ പറ്റും, അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അറൗണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റുപാടുകൾ, അതിലേക്ക് വരുന്ന ആൾക്കാർ. ഇപ്പോൾ ഒരു ഡയലോഗ് പറയുന്ന ആൾ വളരെ മോശപ്പെട്ട ഒരാൾ വെച്ചാലും നല്ലൊരാൾ വെച്ചാൽ രണ്ട് ഡിഫറൻസ് ആയിരിക്കും. അത് വളരെ മോശമാണെന്ന് പറയുന്നത് അയ്യേ ഇത് നന്നായെന്ന് പറയും. പക്ഷേ നല്ല ഡയലോഗ് ആയിരിക്കാം, നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കും. പക്ഷേ അതിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് ഉദ്ദേശിച്ചത്. അതിന് നമ്മൾ കൊടുക്കുന്ന എന്താ സപ്പോർട്ടാണ് സിനിമ. നല്ല സ്ക്രിപ്റ്റ് തന്നെ ആയിരിക്കണം. സ്ക്രിപ്റ്റാണ് ഞാൻ ഒന്നാം സ്ഥാനം സ്ക്രിപ്റ്റിനോട്. കാരണം ഈ പടത്തിൻ്റെ ഏറ്റവും കൂടുതൽ വിജയത്തിന് ഒരു കാരണം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റാണ്. കാരണം സ്ക്രിപ്റ്റ് ആദ്യമേ തന്നെ ഫുൾ DTP കോപ്പിയാണ് ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തിരുന്നത്. കാരണം സെറ്റിൽ അതിൻ്റെ ഗുണം ഉണ്ടായിരുന്നു. കാരണം സെറ്റിൽ ഇപ്പോൾ ഞാനൊരു സീൻ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മേക്കപ്പ് മാൻ, ആർട്ട് ഡയറക്ടർ, ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും അറിയാം എന്താ ഞാൻ ചെയ്യാൻ പോകണമെന്ന്. അതുകൊണ്ട് അവരും വന്ന് പങ്കുചേരുകയാണ് നമ്മുടെ കൂടെ. അല്ലാതെ ഇതൊരു ബ്ലൈൻഡായിട്ട് വന്നു നിന്നിട്ട് എന്താണ് സംഭവം ആ സീനൊന്ന് കൊണ്ടുവരും, ഈ പരിപാടിയില്ല. ഇതിൻ്റെ A to Z എല്ലാവർക്കും അറിയാം. ഒരു 8 കോപ്പി ഞാൻ എടുത്തിരുന്നു. ഈ 8 കോപ്പി ചാക്കോച്ചൻ പിരിച്ചാണ് എല്ലാവർക്കും. ഞാൻ കഥയല്ല പറഞ്ഞത്, ഫുൾ സ്ക്രിപ്റ്റാണ് കൊടുത്തത്. സ്ക്രിപ്റ്റ് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് എല്ലാവരും വന്നത്, എല്ലാവരും. അതുപോലെ ഇവിടെ വന്നിട്ട് കോസ്റ്റ്യൂമർ സമീറൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, കാരണം ഇങ്ങനെ വായിച്ചിട്ട് ചെയ്യുന്നതും കഥ കേട്ടിട്ട് നമ്മൾ ബ്ലൈൻഡായിട്ട് ചെയ്യുന്നത് രണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൂട്ടം അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഫസ്റ്റ് സ്ക്രിപ്റ്റ് തീർത്തു എന്നുള്ളത്. എനിക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ പടം ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു വാതിൽ തുറന്നു തന്നത് കമൽ സാർ തന്നെ. കാരണം ഞാൻ എന്ത് ചെയ്തു, എന്താ ചെയ്യണേ, ഞാൻ ചെയ്ത വർക്കുകൾ കാണട്ടെ എന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഡയറക്ടർ കമൽ അസിസ്റ്റൻ്റ് ഓക്കെ, പിന്നെ ചോദ്യമില്ല. ഇപ്പോൾ ഞാൻ ചെയ്ത വർക്കുകളൊന്നും കാണട്ടെ എന്ന് പറയുമോ, ഒന്നും ഇതുവരെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഞാൻ പറയുന്നത് അതിന് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് കമൽ സാറിനാണ്. കാരണം അങ്ങനെ ഒരു ഗുരു എൻ്റെ മുമ്പിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എത്തിപ്പെടാൻ പറ്റിയതും. ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടില്ല. കാരണം ഇഷ്യൂസ് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടില്ല. എന്നാലും ചെറിയൊരു സംഭവങ്ങൾ, അത് പിന്നെ നമ്മുടെ എന്തായാലും നടന്നേക്കാവുന്ന പ്രശ്നങ്ങളല്ലാതെ എനിക്ക് ഒരുപാട് ഇഷ്യൂസ് നേരിടേണ്ടി. എനിക്ക് അവിടെ പോയി കാത്തിക്കേണ്ടി വന്നിട്ടില്ല. അത് ഡയറക്ടർ കമൽ അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഡോർ ഓപ്പണാണ്, വരെ ഇരിക്കും, സംസാരിക്കും. ഇങ്ങനെ ഉണ്ട്. അതിന് ഏറ്റവും വലിയ ഗുണം അവിടെ നിന്ന് വന്നു എന്നുള്ളത് തന്നെ. ചിലപ്പോൾ വേറെ വല്ല ഗ്രൂപ്പിൽ നിന്ന് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നേനെ. അങ്ങനെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലത്തെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നില്ല. സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രേക്ഷകർ നല്ല ചെയ്തെന്ന് എനിക്ക് നല്ലത് തന്നെയാണ്. കാരണം അവർക്ക് നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഏറ്റെടുക്കും. മോശം കൊടുക്കുമ്പോൾ അതിപ്പോൾ എന്തായാലും ആരമായാലും എന്തായാലും ഒരു മോശം സാധനം തന്നാൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഇതേ പ്രേക്ഷകരും ചെയ്യുന്നുള്ളൂ. ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ തന്നെ ഒരു മോശമാണെങ്കിൽ അവരെന്നെ ചെയ്ത് വിളിക്കും. കാരണം അവർ പൈസ കൊടുത്ത് അവർക്ക് ഇതൊന്നും അറിയണ്ട. ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടു, ഞങ്ങളവിടെ പോയി ഇവിടെ പോയി എന്നൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർ ഇപ്പോൾ 150 രൂപ 85 രൂപ 90 രൂപയ്ക്കും ടിക്കറ്റ് 150 രൂപ കയറി കഴിഞ്ഞത് മോശമാണെങ്കിൽ അവർ ചെയ്ത് വിളിക്കും. അതിൽ പൂർണ്ണമായിട്ടും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. കാരണം അവർ വിളിക്കണം, ഞാൻ അതിൽ വിളിച്ചിട്ടുണ്ട്. ഞാൻ സിനിമ ഡയറക്ടറിന് ശേഷം വരെ ഞാൻ പല കാര്യങ്ങൾക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സ്വയം റിയാക്ട് ചെയ്ത് പോകും. ഇപ്പോൾ എൻ്റെ സിനിമയാണെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും. കാരണം മോശമാണ്. ഞാൻ ഇവിടെ DTS സൈഡിൽ നിന്നിട്ട് ഞാൻ ഇപ്പോൾ 1-2 സീക്വൻസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ആ സീനിൽ വരെ ഞാൻ പോയിട്ടുണ്ട് DTS. അപ്പോൾ സൗണ്ട് എഞ്ചിനീയർ ചോദിച്ചു എന്തെനിക്കാണെങ്കിൽ ഞാൻ പറയും എനിക്ക് പോകാൻ തോന്നി, ഞാൻ പോകും. കാരണം എനിക്ക് വരാൻ പക്ഷേ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടത്. അതുകൊണ്ട് ഇവിടെ പോയിട്ടുണ്ടായില്ല. എനിക്ക് അങ്ങനെ മനസ്സിൽ ഇങ്ങനൊരു സിനിമ ഒന്നുമില്ല. നമ്മളൊരു ഇഷ്ടപ്പെട്ട, ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കും, ഓരോരുത്തർ ചോദിക്കുന്നത് എനിക്ക് ആരാണ് ഏറ്റവും ഇഷ്ടം, നടന്മാരിൽ ആരാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ പറഞ്ഞു എനിക്ക് ആര് നന്നായിട്ട് എനിക്കിഷ്ടമാണ്. പിന്നെ ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി, ഞാൻ പറഞ്ഞു എനിക്ക് ആര് ചെയ്താലും നന്നായിട്ട് ആര് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. ഇപ്പോൾ എനിക്കൊരു നല്ലൊരു സബ്ജക്റ്റാണ് എനിക്ക് പറയും, ഞാൻ ചെയ്യും. അതിന് ഇന്ന മൂഡിൻ്റെ ചിലപ്പോൾ ആ മൂഡായിരിക്കും, ചിലപ്പോൾ ഓഫ് ബീറ്റ് മൂഡായിരിക്കും, ചിലപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ചെയ്തു പോകും. അല്ലാതെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധം എനിക്കില്ല. കാരണം എനിക്ക് ഏറ്റവും പ്രേക്ഷകരെ അംഗീകരിക്കുക, എല്ലാവരും അംഗീകരിക്കുന്നൊരു സിനിമ,
അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നല്ല ഇപ്പോൾ ഒരു ഇപ്പോൾ 22 FK എന്നുള്ള സിനിമ എല്ലാവരും അംഗീകരിച്ചില്ലേ? അതും സത്യം പറഞ്ഞാൽ വേറൊരു സ്റ്റൈൽ മേക്കിംഗ് ആണ്. അതുപോലത്തെ സിനിമയിൽ എനിക്കും ആഗ്രഹമുണ്ട്. മലയാള സിനിമയ്ക്ക് ഒരു പരിധിയുണ്ട്. ഒരു വട്ടം തന്നെ പറയാം മലയാള സിനിമ എന്ന് പറഞ്ഞാൽ. ഈ വട്ടത്തിൽ നിന്ന് കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് മലയാള സിനിമയ്ക്ക് പറ്റുന്ന ഒരു പ്രശ്നം. കാരണം ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ ജിബ്ബായാലും, ഇപ്പോൾ ജിമ്മി ജിബ്ബായാലും, അക്കേല ക്രെയിൻ ആയാലും, ഈ ക്രെയിൻ വെച്ച് കൊക്കയുടെ അടിയിൽ നിന്ന് ഒരു ഷോട്ടിങ്ങനെ മുകളിലേക്ക് വരാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ ഈ ബസ് പോകുമ്പോൾ മുകളിൽ കൂടെ ഹെലികോപ്റ്റർ പോലുള്ള ഷോട്ടിൽ ഈ ബസ്സിൽ പോകുന്നതിന് ഭയങ്കര, പക്ഷെ നടക്കില്ല. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ പലതും ചുരുക്കും. ഇപ്പോൾ ജിബില്ലാത്തടത്ത് സ്റ്റഡി ഷോട്ട് വെച്ച് ചുരുക്കും. ഇത് മലയാള സിനിമ, അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു പ്രൊഡ്യൂസർക്കായാലും ഇത് ഓടിക്കിട്ടാവുന്ന, അയാൾക്ക് നഷ്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പടം ചെയ്യണം. അയാൾക്ക് ഓടിക്കിട്ടാവുന്ന എമൗണ്ടിന് വേണ്ടി നമ്മൾ ചുരുങ്ങണം. അതിൻ്റെ ഒരു ചുരുങ്ങൽ മലയാള സിനിമയ്ക്ക് ടോട്ടാലിറ്റിയിലുണ്ട്. എന്തിനേയും ഒന്ന് ചുരുക്കുക. നമ്മൾ വലുതായിട്ട് കണ്ടിട്ട് അതിനെ നേരെ ചുരുക്കി പടം ചെയ്യുക. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ഒരു ആക്സിഡൻറ്റ് സീക്വൻസ് ഉണ്ട്. ഇതെടുക്കാനായിട്ട് ഞാൻ രാവിലെ ഒരു ഉദാഹരണമാണ്. രാവിലെ തന്നെ വന്നപ്പോൾ നമ്മുടെ മാഫിയ ശശി ആയിരുന്നു ഫൈറ്റ് മാസ്റ്റർ. ശശിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ശശിയേട്ടാ ഇതിങ്ങനെ വന്നിട്ട് ഇയാൾ ഇങ്ങനെ കറങ്ങി എങ്ങനെ പോയി ഇങ്ങനെ വീടെന്നൊക്കെ പറഞ്ഞു. ശശിയേട്ടൻ ഫസ്റ്റ് തന്നെ ലിസ്റ്റ് പറഞ്ഞു, ഒരു ഇൻഡസ്ട്രിയൽ ക്രൈം, 6 റോപ്പ്. ഞാൻ പറഞ്ഞു മതി, ഒരു സ്റ്റൂൾ കിട്ടുമെന്ന് ചോദിച്ചു. ഒരു സ്റ്റൂൾ വെച്ചിട്ടാണ് ആ ആക്സിഡൻ്റ് എടുത്തത്. കാരണം നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഷോട്ടെന്ന് വെച്ചാൽ അത് ആൾക്കാർ ഞെട്ടിച്ചാണ്. കാരണം ഞെട്ടിക്കുന്ന രീതിയിലാണ് ഞാൻ അത് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ എന്താ പറയുക, ആരും ഞെട്ടാത്ത രീതിയിൽ ആ ഷോട്ട് എടുത്തു, ഒരു ആക്സിഡൻറ്റ് നടന്നു. അത് മനസ്സിലാക്കി അവർ. കാരണം ഇതാണ് ഈ മലയാള സിനിമയുടെ. കാരണം അത് വരികയാണെങ്കിൽ ആ ഒരൊറ്റ സീക്വൻസ് ചെയ്യാനായിട്ടുള്ള ബഡ്ജറ്റ് മാറും. അപ്പോൾ അതിന് മുമ്പ് നടന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷൂട്ട് നടക്കുമ്പോൾ ഒരു 10 ദിവസം മഞ്ഞായിട്ട് ഷൂട്ട് മുടങ്ങി. ഈ 10 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും മലയാള സിനിമയെ സംബന്ധിച്ചോളം ഒരു വലിയൊരു നഷ്ടമാണ്. അത് അത്രയും എമൗണ്ട് മാറി. പിന്നെ നമുക്ക് ആ എമൗണ്ടിൽ മേക്കപ്പ് ചെയ്യാൻ വേണം, നമ്മൾ അതിനെ കുറച്ച് വേണം നമ്മൾ ബാക്കി ഷൂട്ട് ചെയ്യാനായിട്ട്. അല്ലാതെ മലയാള സിനിമയുടെ കുറ്റമല്ലത്, വേറെ ആരും കുറ്റമില്ല. കാരണം ഈ ഒരു ടവട്ടത്തിലൊന്ന് ഓടിയിട്ട് ഇത്രയും കിട്ടാനുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ സിനിമ ചെയ്യാനായിട്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നില്ല. കാരണം ദാരിദ്ര്യം തോന്നിയിട്ടില്ല. കാരണം കഥകളും ഒരുപാട് ഡിഫറെൻറ്റ് കഥകൾ പറയുന്നുണ്ട്. പക്ഷേ പറയാനുള്ള ഒരു സാഹചര്യം അതുണ്ടാക്കുക. ചില സിനിമ ഉണ്ട് മേക്കിങ്ങിലൂടെ ആൾക്കാരെ ഇരുത്തേണ്ട സിനിമകളുണ്ടാകും. പക്ഷേ അതൊക്കെ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മലയാളത്തിൽ, ബഡ്ജറ്റ് വൈസും ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കും. അത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 2 ഉത്തരമുണ്ട്. സംഘടന ഇല്ലെങ്കിലും സംഘടന ഉണ്ടെങ്കിലും അത് നല്ല രീതിയിലാണ് രണ്ടും പോകുന്നതെങ്കിൽ അത് നല്ലതിനാണ്. കാരണം ഇപ്പോൾ സംഘടന കൊണ്ട് നല്ല രീതിയിലാണ് ഒരു ഉദ്ദേശം, നല്ല രീതിയിലാണ് സംഘടന നമുക്ക് വേണ്ടി നിൽക്കുന്നതെങ്കിൽ ഓക്കെ, അത് നല്ലതായിരിക്കും. പക്ഷേ സംഘടന ഇല്ലാതെയും ഇവിടെ സിനിമയും ബാക്കിയെല്ലാം കുറച്ചാൾ മുമ്പ് വരെ വളരെ മനോഹരമായ രീതിയിൽ പോയിരുന്നു. പക്ഷേ സംഘടന കൊണ്ട് വേറെ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുമെങ്കിൽ സംഘടന നല്ലതാണ്. കാരണം ഒരു കൂട്ടായ്മ നല്ലതാണ് എല്ലാത്തിനും. സ്പ്ലിറ്റായി പോവാതെ നമുക്ക് എവിടെയെങ്കിലും ചെന്ന് പറയാനൊരു സ്ഥലം, എന്തെങ്കിലും അത് പറയുമ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് ക്ലിയർ ചെയ്യാനുള്ളൊരു സ്ഥലം നല്ലതാണ്. ഞാനിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. ഈ സംഘടനകളിലേക്ക് ഞാൻ അധികം ചെന്നിട്ടില്ല. കാരണം ഒരു അസിസ്റ്റൻ്റ് ആകുമ്പോൾ കൂടുതലും എന്തൊക്കെ പോയി ഒരു ദിവസം മീറ്റിങ്ങിന് പോവുക, ജസ്റ്റ് സൈൻ ചെയ്ത് പോരുക എന്നുള്ളതല്ലാതെ ഇൻവോൾവ് ആയിട്ടില്ല. ഞാനിപ്പോൾ വന്നു, ഇനിയിപ്പോൾ ഇൻവോൾവ് ആകുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇത് എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങൾ. ഇല്ല, അത് ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അത് കുഴപ്പമില്ല. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, കലാസംഘം, ഹംസക്ക, സേവേട്ടൻ, പിന്നെ ദിലീപേട്ടൻ, അനൂപേട്ടൻ, ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലൊരു ബലം ഉണ്ടായിരുന്നു. നല്ല നല്ല തിയേറ്റേഴ്സ് സെലക്ട് ചെയ്ത് കിട്ടാനും ചെയ്യാനുള്ളൊരു. ആദ്യമേ തന്നെ ഞാൻ പോയി പറഞ്ഞത് അനൂപേട്ടൻ അത് എങ്ങനെയാണ് പറഞ്ഞപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റി. സംവിധായകൻ്റെ ഡ്യൂട്ടി ഇപ്പോൾ ഈ പടം 50 ദിവസമായി, ഇതുവരെ എൻ്റെ ഡ്യൂട്ടി തീർന്നിട്ടില്ല. അതാണ് സംവിധായകൻ്റെ അവസ്ഥ. കാരണം സംവിധായകൻ ആദ്യത്തെ ഒരു ത്രെഡ് കിട്ടുമ്പോൾ തൊട്ട് ഒരു സാധനം കമ്മിറ്റ് ചെയ്യുന്നത് തൊട്ട് പടം റിലീസായി ആ പടം തിയേറ്ററിൽ നിന്ന് പോയി എന്ന അവസ്ഥ വരെ അയാൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇന്ന് വരെ എനിക്ക് പല കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പല കാര്യങ്ങൾ ഇപ്പോൾ ഇത് തന്നെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ, ഇപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസ് വന്നു പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മൾ പോയി ചെയ്യുന്നത് അത് കടമയാണ്. അത് ചെയ്ത് പടത്തിനെ നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഡയറക്ടറുടെ കടമ തന്നെയാണ്. വിധി തിരിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ അനുഭവിക്കുന്ന പല സന്തോഷങ്ങളും ഇല്ലാതായിരിക്കാം, പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടിരിക്കാം, ഇപ്പോൾ വിളിക്കുന്ന ഈ കോളുകളെ ഉണ്ടാവില്ലായിരിക്കാം. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നിലത്ത് നോക്കാൻ പറ്റാറില്ല, ഇപ്പോൾ കോളുകളില്ലായിരിക്കും, പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടെ.
അത് ചിന്തിക്കാറുണ്ട്. ചിന്തിച്ചപ്പോൾ പലപ്പോഴും വേണ്ട എന്ന് തിരിച്ചു വന്നിട്ടുണ്ട് അതായത് ചിന്തകളിൽ നിന്ന്. സ്ഥാനം കിട്ടി, ഇനി സ്ഥാനത്തിന് നല്ല രീതിയിൽ വിനിയോഗിക്കുക, നല്ല നല്ല സബ്ജക്റ്റുകൾ നല്ല നല്ല രീതിയിൽ സിനിമ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുക. ഇതെൻ്റെ ഒരു ജോബാണ്. കാരണം ഇതൊരു തൊഴിൽ എന്താ പറയുക, ഒരു വെറും തൊഴിലല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഇത്രയും മാസമായ ഓഡിയൻസിനെ സപ്പോർട്ടോടുകൂടി ചെയ്യേണ്ടതായിട്ടുള്ളൊരു ജോബാണ് ഞാൻ ചെയ്യുന്നത്. അതിന് അത്രയും റിസ്ക് ഉണ്ട്. നല്ല രീതിയിൽ സെലക്ട് ചെയ്യണം ഓരോ സബ്ജക്റ്റുകൾ. നല്ല സബ്ജക്റ്റ് വന്നാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഓട്ടം ഇല്ല. പൈസയ്ക്ക് വേണ്ടി പിന്നാലെ ഓടുന്നില്ല, നല്ല സബ്ജക്റ്റുകൾക്ക് വേണ്ടി ഞാൻ ഓടുന്നുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ല, ഞാൻ അങ്ങനെ ഒരു മുൻവിധിയോടുകൂടി പോകുന്ന ഒരാളല്ല. കാരണം വന്നത് വഴിയിൽ വെച്ച് കാണുക എന്നൊരു ചിന്താഗതിയാണ്. കാരണം ഞങ്ങൾ ഈ സിനിമ ഉണ്ടായത് തന്നെ ഞാനും ഈ പടത്തിൻ്റെ ക്യാമറമാൻ എൻ്റെ ഒരു 15 വർഷമായിട്ട് എൻ്റെ സുഹൃത്താണ്. ഞാനും അവനും കൂടി ഒരു ദിവസം വെറുതെ കാറില്ല, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടെങ്കിൽ പനമ്പള്ളി എപ്പോഴും ഓർമ്മയുണ്ട്, പനമ്പള്ളിവരെ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടെങ്കിൽ അവൻ വെറുതെ ചോദിച്ചാൽ ഒരു പടം ചെയ്യണ്ടേ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയാണ് എന്ന് ചോദിച്ചു. ചെയ്തേക്കാം, കുറേ ആളായല്ലേ ഇങ്ങനെ, ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇതിലോട്ട് കടന്നത്. കാരണം വെറുതെ ഒരു ചോദ്യം, ആ ചോദ്യം നിന്നാണ് ഞങ്ങളൊരു സിനിമയിലോട്ട് കടന്ന് ഡിസ്കഷനായി, പിന്നെ സീരിയസ് ആയി, അങ്ങനെ കയറി വന്ന് ഒരു സിനിമയിലോട്ട് എത്തി. പിന്നെ സിനിമയിലോട്ട് എത്തി ഞാൻ ഒന്നും പകച്ചു നിന്നിട്ടില്ല, എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ പകച്ചു നിന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ അല്ല, ഇപ്പോൾ ചെറിയൊരു ഇപ്പോൾ പൈസ പ്രൊഡ്യൂസർ വരുന്നു, അങ്ങനെ ഇങ്ങനെ പ്രൊഡ്യൂസർ വരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു ഈ പടത്തിന്. അത് വേറൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം നമ്മളൊന്നും അറിയിക്കില്ല പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും സുഹൃത്താണ്. ഞങ്ങൾ നല്ലൊരു പണ്ടേ നല്ലൊരു സുഹൃത്താണ്. ഒരിക്കലും പുള്ളി പടം ചെയ്യാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പടം ചെയ്യുമ്പോൾ എൻ്റെ നല്ലൊരു സുഹൃത്താണ്, ആ ബന്ധം കളയരുത് പ്ലീസ്, ലോറെ കാര്യം ഓടിക്കും. പടം ചെയ്യാൻ ഇത് പൊട്ടിയിരുന്നെങ്കിൽ ഞാനത് നേരത്തെ പറഞ്ഞത് നല്ലൊരു സുഹൃത്ത് നഷ്ടപ്പെട്ടു തന്നെയാണപ്പോൾ. പക്ഷെ ഇപ്പോൾ ആ സുഹൃത്ത് ബന്ധം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഈ പടം വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടായി. നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു എന്താ പറയുക, ഒരു ക്ലാസ് സിനിമ, ചിലപ്പോൾ പക്ക കൊമേഴ്സ്യൽ സിനിമ, ചിലപ്പോൾ പക്ക കൊമേഴ്സ്യലായിരിക്കും, ചിലപ്പോൾ നല്ല രസമുള്ള സബ്ജക്റ്റ് ആവുക, അത് ഞാൻ ചെയ്യും. ചിലപ്പോൾ ഈ ഇപ്പുറത്തെ കിടക്കുന്ന പടമായിരിക്കും ഒരു ഭയങ്കര ഫീൽ ചെയ്തൊരു സബ്ജക്റ്റ്, ഞാനത് ചെയ്യും. ഇഷ്ടപ്പെടണം, നമുക്ക് പേഴ്സണലായിട്ട് മനസ്സിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ അതിലേക്ക് കടക്കുകയുള്ളൂ. അല്ലാതെ എന്താ പറയുക, ഒരു തീരുമാനത്തിലൂടെ പോയി കഴിഞ്ഞാൽ അതൊരു മെക്കാനിക്കലായി മാറും. എനിക്ക് മെക്കാനിക്കലാണെന്ന് തീരെ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ദുബായിലായിരുന്നു കുറച്ചാണ്, അഡ്വർടൈസിങ് കമ്പനിയിലായിരുന്നു. പക്ഷേ അവിടെ മെക്കാനിക്കലായപ്പോൾ ഞാൻ അവിടുന്ന് കരഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ കരഞ്ഞു വിളിച്ചിട്ട് എനിക്ക് നാളെ ടിക്കറ്റ് എടുത്തിരിക്കുന്നതല്ല, ഞാൻ പോകും. അത് മെക്കാനിക്കൽ ലൈഫാണ്. എനിക്ക് ആ മെക്കാനിക്കൽ ലൈഫിനോട് താല്പര്യമില്ല. നമുക്ക് ഫ്രീഡം വേണം.